ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമ്മുടെ മന്ത്ലി എക്സ്പയറിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ കാത്തിരുന്നത് യു എസിൽ നിന്നുള്ളൊരു ജാക്സൺ ഹോൾ സിംഫോണിയത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ജെറോം പവൽ റൈറ്റ് കട്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. അതോടെ തന്നെ യു എസ് മാർക്കറ്റ് 800 പോയിൻറ്റിൻ്റെ റാലി നടത്തി. നമ്മുടെ നിഫ്റ്റിയും ഓൾമോസ്റ്റ് 25,000 എത്തിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ, അതായത് ഏകദേശം ഒരു 120 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കണ്ടു. ഇനി നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആഴ്ച മന്ത്ലി എക്സ്പയറിയാണ്. നമ്മുടെ മാർക്കറ്റ് 27-ാം തീയതി അവധിയാണ്, അതായത് ബുധനാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ ഡിക്ക് വളരെയധികം ഫാസ്റ്റായിരിക്കും ഉണ്ടാകുക. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. നിലവിൽ 24,870 വെള്ളിയാഴ്ച ദിവസം വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ PCR ഏറ്റവും ടോപ്പിൽ കാണാം 0.6. 25,000 ഏറ്റവും കൂടുതൽ ആളുകൾ നിലവിൽ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് 25,000 എത്തി. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് കവറിങ് റാലി എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആസ് ഓഫ് നൗ ഉള്ളത്. ഇനി മാറ്റങ്ങൾ വന്നേക്കാം. നമ്മൾ വൈസൽ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല. കാരണം ഈ ആളുകൾ വലിയ തോതിൽ ബീറിഷ് ആയിട്ടുണ്ട്. എന്നാൽ യു എസ് മാർക്കറ്റിൽ വലിയൊരു റാലി കണ്ടിട്ടുമുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ നമുക്ക് ഏകദേശം ധാരണ വരും. ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ ഏറ്റവും താഴെ നാസ്ഡാക്ക് 400 പോയിൻറ്റും ഡോ ഏകദേശം 850 പോയിൻറ്റിൻ്റെ റാലി നടത്തിയിരുന്നു. അപ്പോൾ അതാണ് റിഫ്ലക്റ്റ് ആയിട്ടുള്ളത് നിഫ്റ്റിയിൽ. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ ഈവൻ്റ് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ കാണാം. യു എസിലെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ, യു എസിലെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഡേറ്റ, യു എസിൽ നിന്ന് GDP വരുന്നുണ്ട് ഓഗസ്റ്റ് 28-ാം തീയതി. അതുപോലെ ചൈനയുടെ, യൂറോസോൺ, ജർമ്മനി, UK, ഇന്ത്യ, എല്ലാ രാജ്യങ്ങളുടെയും പ്രധാന ഈവൻറ്റിൻ്റെ ടൈം ഇന്ത്യൻ സമയം ആണ് കൊടുത്തിരിക്കുന്നത്. ഇതനുസരിച്ച് നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഇതിൽ ഇന്ത്യ കാണാൻ ഓഗസ്റ്റ് 27-ാം തീയതി ഹോളിഡേ ആണ്. അപ്പോൾ ഹോളിഡേ മറന്ന് ഇതിലൊരാൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള DK ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് നമുക്ക് പലപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു മറവി കൊണ്ടോ അല്ലെങ്കിൽ അജ്ഞത കൊണ്ടോ ഒക്കെയാണ് പല ആളുകളുടെയും പൊസിഷൻ സ്റ്റക്കായി പോകുന്നത്. എനിവേ ശ്രദ്ധിക്കുക. അപ്പോൾ ട്രേഡബിലിറ്റി ടാബിൽ അത് മാത്രമല്ല ഉള്ളത്, IPO ഉണ്ട്, നമ്മുടെ ഡിവിഡൻഡ് ഉണ്ട്. ഡിവിഡൻറ്റിന് എത്ര രൂപയാണ്, എത്ര റുപ്പീസാണ്, ഏത് ദിവസമാണ് റെക്കോർഡ് ഡേറ്റ്, പിന്നെ ഈ പറഞ്ഞ ഗ്ലോബൽ ഈവൻറ്റുകളും എല്ലാം നമ്മുടെ ട്രേഡബിലിറ്റി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ മൊബൈലിൽ ബുക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻസ് ഒന്നും തന്നെ നമ്മൾ ഈടാക്കുന്നില്ല. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ പോകാം. ഇതും പൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഡിഗോ കമ്പനി നിഫ്റ്റി 50ലേക്ക് ഇൻക്ലൂഷൻ ആകുന്നുണ്ടെന്നുള്ള ന്യൂസ്. അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹീറോ മോട്ടോകോർപ്പ് നിഫ്റ്റി 50ൽ നിന്ന് പുറത്തു പോകുകയാണെന്നുള്ള ന്യൂസ്. അതുപോലെ തന്നെ FTSE ഇൻക്ലൂഷൻ ആരൊക്കെയാണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഹെക്സ വെയർ ടെക്നോളജി, ചോളമണ്ഡൽ ഫിനാൻസ് സർവീസ്, ഗോഡ്ഫ്രൈ ഫിലിപ്സ്, JK സിമെൻറ്റ്, MCX, നാരായണ ഹെൽത്ത് തുടങ്ങിയ കമ്പനീസ് FTSE ഇൻക്ലൂഷൻ സെപ്റ്റംബർ 22 മുതൽ ആകുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി യെസ് ബാങ്കിൽ ഒരു മേജർ 25% ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി നടത്താനായിട്ടുള്ളൊരു തീരുമാനം RBI അംഗീകാരം ലഭിച്ചു. JMR പവർ 3,000 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. മസഡോൺ ഡോക്ക് ബിൽഡേഴ്സ്, മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് മസഡോണിന് 6 സബ്മറൈൻസ് വാങ്ങാനായിട്ടുള്ള അധികാരം കൊടുത്തു. TVS മിസ്റ്റർ വേണു ശിവകാശനെ വീണ്ടും ഡയറക്ടറായിട്ട് നിയമിക്കാൻ അംഗീകാരം കിട്ടി. സിയറ്റ് കമ്പനി ശ്രീലങ്കയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്, വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ബ്രിഗേഡ് കമ്പനി ചെന്നൈയിൽ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആരംഭിക്കുന്നു. റെയിൽടെയിൽ കമ്പനി, ടെറ്റാഗ്രാഹ് കമ്പനി, 2 കമ്പനിക്കും പുതിയ ഓർഡർ ലഭിച്ചു. സ്റ്റാർ സിമെൻറ്റിന് പുതിയ ഓർഡർ ലഭിച്ചു. സെഞ്ചുറി ഇൻക കമ്പനി, ഇവർക്ക് ഗുജറാത്ത് ഗവൺമെൻറ് ഇവരുടെ പുതിയ പ്രൊജക്റ്റ് അപ്രൂവൽ കൊടുത്തു എന്നുള്ളതാണ് ന്യൂസ്. ഇനി വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാം നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.